നമസ്തേ, എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് സോയാ ചങ്ക്സ് കൊണ്ടൊരു ബിരിയാണി. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി കുറച്ച് മതി കേട്ടോ. കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടേ, അതുകൊണ്ട്. ഇത് ചിക്കൻ മസാല, പാകത്തിൽ ഉപ്പും ചേർക്കാം. ഉപ്പ്, കുറച്ച് കോൺഫ്ലോർ. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് സോയാ ചങ്ക്സ് ആണ്. ഇത് നല്ലോണം തിളപ്പിച്ച് കഴുകി വാരി പിഴിഞ്ഞ് വെച്ചേക്കുകയാണ് കേട്ടോ. അങ്ങനെ വേണം എടുക്കാൻ, നല്ല അഴുക്കുണ്ടാവും ഇതിലേ. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ വേണം എടുക്കാനായിട്ട്. ഇങ്ങനെ പൊടിയിൽ അധികം ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. അപ്പം നമുക്കിത് വേണമെങ്കിൽ നമ്മൾ എത്ര പിഴിഞ്ഞാലും സോയാബീനിൽ ഒരു നനവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ നനവ് മതിയാവും, വേറെ വെള്ളം ചേർക്കേണ്ടി വരില്ല. ചിക്കനൊക്കെ പരത്തി വെക്കില്ലേ നമ്മൾ, അതുപോലെ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ നല്ലോണം തിരുമ്മി ഇതിലേക്ക് പിടിപ്പിച്ച് അടച്ചു വെക്കുക. നമുക്ക് ആ പരത്തി വെച്ച സോയാബീൻ ഉണ്ടല്ലോ, ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇത് ശരിക്കും സോയാബീൻ എന്നല്ലാട്ടോ പറയേണ്ടത്, സോയാ ചങ്ക്സ് എന്നാണ്. നമ്മൾ ഈ സോയാബീൻ അതിൻ്റെ പയറാണല്ലോ, അതിനാണല്ലോ ഉണ്ടാക്കണം. അപ്പോൾ പണ്ട് മുതലേ സോയാബീൻ എന്ന് പറഞ്ഞ് സോയാ ചങ്ക്സ് എന്ന് പറയാൻ കിട്ടില്ല. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തത്. നന്നായിട്ട് ഫ്രൈ ആയി കേട്ടോ. അപ്പം നമ്മൾ ആ കോൺഫ്ലോറൊക്കെ ചേർക്കുമ്പോണ്ടല്ലോ നല്ല മുരിഞ്ഞ് കിട്ടും. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിൻ്റെ മസാല ശരിയാക്കാനാണ്. സവാള, പച്ചമുളക്, വേപ്പൻ, ഇത് മൂന്നും ചേർത്തു. കുറച്ച് വെളുത്തുള്ളി ചതച്ചത്. അതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർക്കണം. പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഒരു 3-4 കുരുമുളക്, ഇത്ര ഒന്ന് പൊട്ടിച്ച് ഞാൻ അതിലേക്ക് ഇടുക കേട്ടോ. ഒന്ന് ചൂടാവാനായിട്ട് വെക്കുക കേട്ടോ. സവാളയ്ക്ക് ഇതാ ഇങ്ങനെ മാറ്റി വെച്ചേ, എന്നിട്ട് നടുക്ക് ഇട്ട് കൊടുത്താൽ ഒന്ന് ചൂടാവാനായിട്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. സ്വല്പം മഞ്ഞൾപ്പൊടി, ചെറിയ ഒരു സ്പൂൺ മല്ലിപ്പൊടി, പൊടി കുറച്ച് മതി കേട്ടോ, സ്വല്പം മതി. മറ്റേ നമ്മൾ വറുത്തപ്പം ചേർത്തിട്ടുണ്ടല്ലോ, ഇത് ഞാൻ പൊടിച്ചു വെച്ച മസാല കേട്ടോ, കുറച്ച് ചേർക്കണുണ്ട്. ബിരിയാണി മസാല. നമുക്കിനി വറുത്ത് വെച്ച സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് ഇനി റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് സ്കൂൾ തുറന്നല്ലോ, അപ്പോൾ ചോറ് കൊണ്ടുപോകില്ല അവർ. ഉച്ചയ്ക്ക് വേറെ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന കൊണ്ടുപോകുന്നത്. 3 മണിക്ക് വരുമ്പോഴാണ് ഇത് കഴിക്കുക. 3 മണി വരെയാണ് ക്ലാസ് ഉള്ളത്. തൊട്ടടുത്താണ് സ്കൂള്. 3 മണിക്ക് സ്കൂൾ വിട്ടാൽ 3 മണിക്ക് തന്നെ അവരിവിടെ എത്തും. 5 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ വരുമ്പോൾ ഇതുപോലെയുള്ള നമ്മൾ റൈസ് ഉണ്ടാക്കി വെച്ചാൽ, ഇപ്പോൾ ടൊമാറ്റോ റൈസോ അങ്ങനെ എന്ത് റൈസാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് ഇഷ്ടമാണ്. ചോറായിട്ട് കൊടുത്താൽ അവർക്ക് വേണ്ട. അപ്പോൾ ഇന്ന് അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ ആഹാരം ഇതാണ്. അപ്പോൾ സന്തോഷമാവും. കാരണം ഈ സോയാ ചങ്ക്സ് അവർക്ക് നല്ല ഇഷ്ടമുള്ള സാധനമാണ്. അതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് നല്ലോണം അടച്ച് വെക്കണം. അപ്പോൾ ആ ചോറിലേക്ക് ഇതിൻ്റെ മസാലയും എല്ലാം ഒന്ന് പിടിക്കണ്ടേ. നമുക്കിങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി നമുക്കൊന്ന് അടച്ച് വെക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ചെയ്തു നോക്കണം. കുട്ടികൾക്കും ഇത് നല്ല ആഹാരമാണ്. അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം.